ഇപ്പോൾ കൃഷ്ണമൂർത്തി, നാട്ടുകാരനായ കൃഷ്ണമൂർത്തിയും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണമൂർത്തി, കേൾക്കാമോ? ഒരു സ്ലാബിന്റെ അടിയിലാണ് അവർ കിടക്കുന്നത്. വീടിന്റെ മുകളിൽ നിന്ന് സ്ലാബ് വന്ന് വീണിട്ട് ഒരു ചേച്ചിയും ചേട്ടനെയും കണ്ടിട്ടുണ്ട്. അവരെ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ലാബിന്റെ അടിയിലായതുകൊണ്ട് കാല് കൈ കുടുങ്ങി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമൊക്കെയാണ് നടക്കുന്നത്. അകത്ത് കയറി അവരെ ഇപ്പൊ എടുക്കാനുള്ള ശ്രമത്തിലാണ്. സ്ലാബ് മാറ്റി എടുക്കാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമല്ലേ? അല്ല, അതായത് ഈ ആളുകൾ ഇറങ്ങിയിട്ട് അതിന് അകത്ത് നിന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് കയറാൻ സാധിച്ചു അല്ലേ? സാധിച്ചു, അകത്തേക്ക് കയറാൻ സാധിച്ചു. ഇനിയിപ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കാൻ? അതായത് ഇനിയിപ്പോൾ മറ്റ് മണ്ണ് മാറ്റി സ്ലാബ് വെട്ടി മാറ്റി വേണം ചെയ്യാൻ. സുരക്ഷമായി വെട്ടി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ അവർക്ക്? പരിക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഹലോ ശ്രീ കൃഷ്ണമൂർത്തി, കേൾക്കാമോ? കേൾക്കാം. അതായത് അവർക്ക് പരിക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ? പരിക്കുകൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ JCB മുന്നോട്ട് നീക്കി കോൺക്രീറ്റ് മാറ്റുക എന്നുള്ളതാണോ? ഇവര് തറവാട് വീട്ടിലേക്ക് മാറി എന്നാണ് അറിയിച്ചത്. ഇവര് വൈകിട്ട് അവരെ അതായത് സ്ലാബ് മാറ്റുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള വെല്ലുവിളി അല്ലേ? ഓക്കെ, കൃഷ്ണമൂർത്തി നാട്ടുകാരനാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, അവരെ കണ്ടു, അവർ അതിനകത്തേക്ക് കടന്ന് ഇനിയിപ്പോൾ അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം അവർക്ക് പരിക്കുകളൊന്നുമില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അർജുൻ മട്ടന്നൂരിലേക്ക് വീണ്ടും പോവുകയാണ്. അർജുൻ, ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരനായിട്ടുള്ള കൃഷ്ണമൂർത്തി നമ്മളോട് പറഞ്ഞത് തന്നെയാണ്. അകത്തേക്ക് കടന്നു. നേരത്തെ അർജുൻ പറഞ്ഞ പോലെ തന്നെയാണ്, അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഇവരെ രണ്ടുപേരെയും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള കാര്യം. അത് ആശ്വാസം, അവർക്ക് മറ്റു പരിക്കുകളൊന്നുമില്ല എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായും ശ്രുതി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അവരുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് തന്നെ ആശ്വാസകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പരിക്കുകളില്ലാതെ അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മരങ്ങളും അതോടൊപ്പം തന്നെ മണ്ണും അവിടെ നിന്ന് നീക്കണം. അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് സ്ലാബ് ഉയർത്തണം. അത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പ്രത്യേകിച്ച് ജാക്കി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് സ്ലാബ് അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് ഇവരെ പുറത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു പോംവഴി. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഏത് ഭാഗത്താണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അവർക്ക് മറ്റു പരിക്കുകൾ ഉണ്ടാകാത്ത രീതിയിൽ ഈ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് താഴേക്ക് വീണ്ടും പതിക്കാത്ത രീതിയിൽ വേണം ഇനിയുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത്തരത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നത്.